വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധനവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. വില വർധനവ് ഹോട്ടലുകളുടെയും ചെറുകിട കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കുന്നു. തൊഴിലാളികളെ പിരിച്ചുവിടുന്നത് ആശങ്കാജനകമാണെന്നും മോദി സർക്കാരിൻ്റേത് സാധാരണക്കാർക്കെതിരായ സമീപനമാണെന്നും CPIM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഫെമിന ചേരുന്നു. ഫെമിന, രാജ്യത്താകമാനം വലിയ പ്രതിഷേധമാണ് CPIM ഉയർത്തുന്നത്. എന്തൊക്കെയാണ് PBയുടെ പ്രതിഷേധക്കുറിപ്പിൽ പറയുന്നത്? രാജ്യത്തെ ഇന്നലെയാണ് ഈ വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ ഉയർത്തിയത്. ഏകദേശം 1000 രൂപയോളമാണ് വർദ്ധിച്ചത്. ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായിട്ടാണ് ഇപ്പോൾ CPIM ഉയർത്തിയിരിക്കുന്നത്. എത്രയും വേഗം ഈ വില വർധനവ് പിൻവലിക്കാമെന്നാണ് CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വാണിജ്യ സിലിണ്ടറിനോടൊപ്പം തന്നെ 5 കിലോ സിലിണ്ടറുകളുടെ വിലയും 261 രൂപയോളം വർദ്ധിപ്പിച്ചിരുന്നു. ഇത് പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികളെ സാരമായി ബാധിക്കും എന്നാണ് CPIM വിലയിരുത്തുന്നത്. മാത്രമല്ല, ഈ ഗ്യാസ് സിലിണ്ടറുകളുടെ ദൗർലഭ്യവും വില വർധനവും കാരണം ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികളാണ് നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് പോകുന്നത്. ഇത് നിലവിലുള്ള സാഹചര്യത്തെ ദുഷ്കരമാക്കും. അതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങി ഇപ്പോൾ ഇത് മൂന്നാം തവണയാണ് ഇത് വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സർക്കാർ വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കുന്നത്. ഈ സാധാരണക്കാരുടെ ജീവിതാവസ്ഥ മനസ്സിലാക്കാതെയുള്ള കേന്ദ്രത്തിന്റെ ഈ നീക്കത്തിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോൾ CPIM പോളിറ്റ് ബ്യൂറോ ഉയർത്തുന്നത്. തീർച്ചയായും അടിയന്തരമായി വില കുറയ്ക്കണം എന്ന് കൂടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണക്കാർക്കെതിരായ ഒരു യുദ്ധപ്രഖ്യാപനമായി തന്നെയാണ് മോദി സർക്കാരിൻ്റെ ഇത്തരം നടപടിയെ കാണേണ്ടതെന്ന് രൂക്ഷമായ വിമർശനമാണ് CPIM മുമ്പോട്ട് വെക്കുന്നത്. ഫെമിനയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.